വന്നിരുന്നു. അയ്യേ, നാണം കിട്ടും. ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നു? അത് പിന്നെ താനെന്തിനാ എന്നെ കണ്ടപ്പോ വെള്ളത്തിലോട്ട് എടുത്തിയടി? അത് പെട്ടെന്ന് പരിചയമില്ലാത്ത ആളെ കണ്ടപ്പോ ഞാൻ കരുതി ഗന്ധർവനാ. ഗന്ധർവനോ? പരിചയമില്ലാത്ത എല്ലാരും ഗന്ധർവന്മാരാ? അങ്ങനെയാണ് എന്റെ കൂടെ വന്ന ഗന്ധർവൻ ചായക്കടയിലുണ്ടാവും. ചായക്കടയോ? അല്ല, ഇയാളാരാ? ഇവിടൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ ഈ നാട്ടുകാരനല്ല, ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടി വന്നയോ. ഇവിടെ കുറച്ചങ്ങോട്ട് മുമ്പ് ഒരു മനയോ ഇല്ലവോ എന്തോ ഇല്ലേ, അവിടെയാ നിക്കുന്നത്. ഈ വഴി അങ്ങോട്ട് പോകുമ്പോ കളമശ്ശേരിയിലേക്ക് വന്നയാ? യെസ്, കളമശ്ശേരി അത് തന്നെ. അവിടത്തെ ദേവൻ എന്ന് പറഞ്ഞൊരു ആളറിയോ? ദേവേട്ടൻ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോ ചേട്ടൻ പറഞ്ഞിട്ട് വന്നേ ഇവിടത്തെ ഫോക്ക് സ്റ്റോറി ഒരു ഡോക്യുമെന്ററി ആക്കാൻ. ഓ, വിശ്വനാഥന്റെയും രാത്രിന്റെയും കഥ അറിയാമെന്ന ആളാ? അതേലോ. അല്ല, തന്റെ പേരെന്താ? പേര് ആമ്പൽ. ആമ്പലോ? അത് കള്ള പേര്. കള്ളൊന്നുമല്ല, എന്റെ പേര് ആമ്പൽ എന്നാ ശരിക്കും. ശരി, പറയുന്നില്ലേ പറയണ്ട. അല്ല, തന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്താണോ? വീട് ഇവിടെ അടുത്ത് തന്നെയാ. തനിക്കും ഈ സ്റ്റോറിനെ കുറിച്ച് അറിയോ? എനിക്ക് പറഞ്ഞുതരുമോ? ഈ നാട്ടിൽ ആർക്കാ കഥ അറിയാത്തത്? പറഞ്ഞുതരാം. അല്ല, ഇയാളുടെ പേര് പറഞ്ഞില്ലല്ലോ. ഇയാളുടെ പേരെന്താ? എന്റെ പേര് അഭിമന്യു. എന്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, അവൻ മാധവ്. ഇപ്പോ കുറച്ച് ഡോക്യുമെന്ററിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടുകാരോട് സംസാരിക്കാൻ പോയിക്കോ. ഓ, അപ്പൊ അതാണ് ചായക്കടയിലെ ഗന്ധർവൻ. ഇയാളിരിക്കും, കഥയല്ലേ കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിലും എന്നെക്കാളും നന്നായിട്ട് ഈ കഥ ഇവിടെ വേറെ ആർക്കും അറിയില്ല. അതെന്താ ഇയാൾ അങ്ങനെ പറഞ്ഞു? കാര്യമുണ്ടെന്ന് കുട്ടിക്കോ? അല്ല, എവിടം വരെ കേട്ടു കഥ? കാര്യമായിട്ടൊന്നും ആയില്ല. മുത്തശ്ശൻ ജസ്റ്റ് ഒന്ന് തുടക്കം പറഞ്ഞു വെച്ചു. ധാത്രീനെ വിശ്വനാഥൻ കൊളക്കടവിൽ വെച്ച് കണ്ടത് വരെ. നെന്മേനി തറവാട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ധാത്രി. കുടുംബത്തിലെല്ലാവർക്കും അവളെ വലിയ ഇഷ്ടമൊക്കെയായിരുന്നു. പക്ഷെ ബന്ധുക്കാർക്ക് പലർക്കും എന്തോ ഒരു പെൺകുട്ടിക്ക് അവസ്ഥയെല്ലാം വന്നു ചേരുന്നു എന്നറിയുമ്പോൾ ഉള്ളൊരു കുശുമ്പ്, അതായിരുന്നു ധാത്രിന്റെ അടുത്ത്. പിന്നെ ധാത്രി എല്ലാം തന്നിഷ്ടത്തിന് ചെയ്യുന്ന ഒരാളായിരുന്നു. സാധാരണ തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും മുതിർന്ന കാരണവന്മാരെല്ലാരും കൂടെ ചേർന്നാ തീരുമാനിക്കാറ്. അപ്പോ ധാത്രിയുടെ സ്വഭാവം ആർക്കും നല്ല ഇഷ്ടമല്ലായിരുന്നു. പിന്നെ തറവാട്ടിലുള്ളവർക്ക് ധാത്രിയോടുള്ള ഇഷ്ടക്കുറവ് കൂടുന്നത് വിശ്വനാഥനും ധാത്രിയും കണ്ടുമുട്ടുന്നതിന് പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് പുറകിലാണ്. അന്നൊരു ദിവസം ധാത്രി ചെറുതായിരിക്കുമ്പോൾ ഒരു വേലക്കാരി സ്ത്രീയുടെ കൈപിടിച്ച് ഒരു പെൺകുട്ടി തറവാട്ടിലോട്ട് കയറി വന്നു. ധാത്രിയേക്കാൾ ഒരു 3-4 വയസ്സിന് മൂത്തതായിരിക്കും. ദക്ഷിണ എന്നോ മറ്റുമായിരുന്നു കുട്ടിയുടെ പേര്. ആ തറവാട്ടിൽ ഏതോ ഒരു അനന്തരവന് വേലക്കാരി സ്ത്രീയിലുണ്ടായ ഒരു കുട്ടി. അത്രയും നാളാ വേലക്കാരി അതെല്ലാം മറച്ചു വെച്ചിരുന്നു. പിന്നെ അവരുടെ കുടുംബത്തിന് എന്തൊക്കെയോ പ്രശ്നമായപ്പോ വേറെ വഴിയില്ലാതെ അന്ന് തറവാട്ടിന് മുന്നിലോട്ട് വന്നത്. ഇതറിഞ്ഞ കാരണവന്മാരെല്ലാരും എതിർത്തു. താഴ്ജാതിക്കാരെ വീട്ടിൽ കയറി താമസിപ്പിക്കാനോ. പിന്നെ അവസാനം ധാത്രിയാ മുൻകൈയെടുത്ത് അവരെ അവിടെ നിർത്താനെന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും എല്ലാവരും എതിർത്തു. പിന്നെ ആ സമയത്ത് കുടുംബത്തിലെ മൂത്ത കാരണവര് ധാത്രിയുടെ മുത്തശ്ശനായിരുന്നു. മുത്തശ്ശന് ധാത്രിയുടെ വാക്ക് ധിക്കരിക്കാൻ കഴിഞ്ഞില്ല. അത്ര ഇഷ്ടമായിരുന്നു മുത്തശ്ശന് ധാത്രിയെ. അങ്ങനെ ധാത്രിയുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യാതെ ആ വേലക്കാരി അവിടെ പണിക്ക് മറ്റുമായിട്ട് നിർത്തി. പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. എപ്പോഴൊരിക്കൽ ദീനം ബാധിച്ച് ദക്ഷിണയുടെ അമ്മ മരിച്ചു. ധാത്രിയും ദക്ഷിണയും ഭയങ്കര കൂട്ടായിരുന്നു. ചേച്ചി അനിയത്തിയുമ്പോൾ തന്നെ. കുടുംബത്തിൽ വേറെ പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ ധാത്രിക്ക് ദക്ഷിണയോടൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു. പിന്നെ എപ്പോഴോ 18 വയസ്സായപ്പോഴോ മറ്റോ ദക്ഷിണയ്ക്കൊരു കല്യാണാലോചന വന്നു. കല്യാണാലോചന എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തോ സ്ഥലമിടപാടിന്റെ ഭാഗമായിട്ട് തറവാട്ടിലെ കാരണവന്മാരെല്ലാരും കൂടെ ദക്ഷിണേനെ അയാൾക്ക് കൊടുത്തു. അയാളൊരു ആഭാസനായിരുന്നു. സ്ത്രീകളെ എന്തോ ഉപകരണങ്ങൾ പോലെ കാണുന്ന ഒരു മനുഷ്യൻ. ദക്ഷിണേനെ വീട്ടിൽ കയറ്റി താമസിച്ചപ്പോ മുതല് ധാത്രിയെ കുടുംബക്കാർക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ്
ദക്ഷിണയും വിശ്വനാഥനും കണ്ടുമുട്ടുന്നത്. പിന്നെ അവരുടെ പ്രണയം അതും വളർന്നു. ഒരിക്കൽ വിശ്വനാഥനെ കണ്ട് തിരിച്ചു പോയിരുന്നു ധാത്രി. അങ്ങനെ പോകും വഴി അയ്യോ, സമയം പോയതറിഞ്ഞില്ല. എനിക്ക് പോവാനായി. എന്നെ അന്വേഷിക്കും. താൻ പോവാണോ? പോണം. എന്നെ എന്നെ അന്വേഷിക്കും. ഞാൻ ഞാൻ നാളെ വരാം. ശരി, ഞാനിവിടെ കാത്തിരിക്കും. ആടാ അഭി, എന്തായി? കുളത്തിന്റെ ഷൂട്ടൊക്കെ കിട്ടിയോ? കുളത്തിന്റെ ഷൂട്ടും കിട്ടി, കഥ പറഞ്ഞു തരാൻ ഒരാളെയും കിട്ടി. അതാരാ? എന്താണ് മുഖത്തൊരു കള്ളച്ചിരിയൊക്കെ? നീ അത് വിടും. അല്ല, നീ പോയ കാര്യം എന്തായി? ഞാന് ആ കടയിലുണ്ടായിരുന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചു. കൂടുതലും പുതിയ ആൾക്കാരാണ്. പിന്നെ ഉള്ളവരോടൊക്കെ ചോദിച്ചപ്പോ ഈ എക്സാക്ട് ലൊക്കേഷൻസ് ആർക്കും പറയാൻ പറ്റുന്നില്ല. ഏതോ നാഗക്കാവ്, ഏതോ കുളം, ഏതോ തറവാട്. ആകെ നമ്മളെ കളമശ്ശേരി കുടുംബം മാത്രമേ ഒരു ലൊക്കേഷൻ എന്ന് പറയാൻ കിട്ടിയുള്ളൂ. നോക്കാം, സമയമുണ്ടല്ലോ. ആദ്യം സ്റ്റോറി കേട്ടട്ടെ, എന്നിട്ട് നമുക്ക് ഫിലിമിങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം. നിങ്ങൾ രണ്ടാളും എത്തിയോ? കാണാണ്ടായപ്പോ ഞാൻ അന്വേഷിച്ചിറങ്ങണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഞങ്ങള് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാ. പിന്നെ മുത്തശ്ശൻ വരണായി. അതും കൂടെ പറയാനാണ് നിങ്ങൾ വിളിച്ചത്. അവിടെ ചെന്നപ്പോ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഒന്നുമില്ല പോലും. 2 ദിവസം കഴിഞ്ഞേ വരുള്ളത്രേ. അപ്പൊ തൽക്കാലം അച്ഛനൊരു ബന്ധുവിന്റെ വീടുണ്ട് അവിടെ അടുത്ത്. 2 ദിവസം അവിടെ നിന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് വരാന്ന് ഇന്ദിരേട്ടൻ പറഞ്ഞു. അയ്യോ, അങ്ങനെയാണോ? മുത്തശ്ശന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ വർക്ക് 2 ദിവസം ലേറ്റ് ആവും. സാരമില്ല, അത്രയും ദിവസം ബാക്കി ഷോട്ടൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. എന്തായാലും അകത്തേക്ക് വാ, വല്ലതും കഴിച്ചിട്ടാകാം അതിന് ബാക്കി. നീ പോയിട്ട് വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഭയങ്കര സന്തോഷത്തിലാണല്ലോ മോൻ. എന്താണ് കഥ പറഞ്ഞു തരുന്ന ആളെ അങ്ങ് പിടിച്ചോ? പോടാ, അങ്ങനെയൊന്നുമല്ല. എന്തോ ഒരു കണക്ഷൻ, അത്രേ ഉള്ളൂ. നാളെ നീയുമ്പോ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആഹാ, അങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും നീ ഇപ്പൊ കിടക്ക, നമുക്ക് ബാക്കി നാളെ നോക്കാം.